നമസ്കാരം പ്രിയമുള്ളവരെ. കേരള കോൺഗ്രസ് എമ്മിനെ UDF എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ UDF നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പ്, അതായത് ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേരള കോൺഗ്രസ് എം നേതൃത്വം അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കൂ എന്ന രീതിയിലും വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിലെ ഒരു പ്രകടനം വിലയിരുത്തിയിട്ടായിരിക്കും LDF UDF തങ്ങൾ പോകേണ്ടത്. LDF നിലനിൽക്കണോ അതോ UDF തിരിച്ചു പോകണമോ എന്ന നിലപാട് കേരള കോൺഗ്രസ് എം സ്വീകരിക്കുക എന്ന ഒരു വിലയിരുത്തലും രാഷ്ട്രീയ നിരൂപകരൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അല്ല, ആ പ്രസ്ഥാനം കേരളത്തിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് ചോദ്യം ഉയർത്തുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഈ LDF നിന്ന സമയത്ത് വളരെ കുറവായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് 5 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത് LDF മൊത്തം പ്രകടനത്തെ നോക്കുമ്പോൾ ഏകദേശം 99 സീറ്റോളം വിജയിച്ച LDF മൊത്തം പ്രകടനത്തെ നോക്കുമ്പോൾ അത് ഒരു ശരാശരിക്കും താഴെയാണ്. 50% പോലും ഇല്ല 12 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം 5 സീറ്റിൽ മാത്രം വിജയിക്കുന്നത് എന്നത്. 2016 UDF ഉണ്ടായിരുന്നപ്പോഴും 15 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ വിജയിച്ചു. പക്ഷേ അപ്പോൾ കേരളത്തിൽ മൊത്തം രാഷ്ട്രീയ സ്ഥിതി അങ്ങനെയായിരുന്നു. കോൺഗ്രസും ലീഗും ഒക്കെ തോറ്റ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2011 UDF 15 സീറ്റിൽ മത്സരിച്ച് 9 സീറ്റിൽ കേരള കോൺഗ്രസ് എം വിജയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. 2006 ഒരു സ്ഥിതി വിശേഷം എടുക്കുകയാണെങ്കിൽ 11 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം 7 സീറ്റിൽ മത്സരിച്ചു. 2006 തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിനേക്കാളും വലിയ സ്ട്രൈക്ക് റേറ്റ് കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നു UDF എന്ന വസ്തുത നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം 2006 തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ MK മുനീർ ഉൾപ്പെടെ ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തോറ്റപ്പോഴും സ്ട്രൈക്ക് റേറ്റിൽ വളരെ മികച്ച പ്രകടനമാണ് കേരള കോൺഗ്രസ് എം UDF ഭാഗത്ത് നിന്ന് പുലർത്തിയത്. അതായത് 11 സീറ്റിൽ 7 സീറ്റ് വിജയിച്ചിരിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. 2001 11 സീറ്റിൽ മത്സരിച്ചപ്പോൾ 9 സീറ്റിൽ കേരള കോൺഗ്രസ് എം വിജയിച്ചു. അങ്ങനെ സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ UDF നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വലിയ പ്രകടനങ്ങളെന്ന് കാണാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ട് ബാങ്കാണ്. അത് മിക്കപ്പോഴും LDF ഇടതുപക്ഷ വിരുദ്ധമാണ് എന്ന വലിയ ഒരു കാര്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 5 സീറ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ജോബ് മൈക്കിൾ 6000 വോട്ടിനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് മത്സരിച്ചത്. VJ ലാലി ആയിരുന്നു അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെ ജനകീയനാണ്. ഒരിക്കൽ കൂടി അവിടെ ജോബ് മൈക്കിൾ VJ ലാലി ഏറ്റുമുട്ടലുണ്ടായാൽ VJ ലാലിക്കാണ് വിജയം എന്ന ഒരു നിഗമനത്തിൽ രാഷ്ട്രീയ നിരൂപകരൊക്കെ എത്തുകയാണ്. കാരണം അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി പോലെയുള്ള മണ്ഡലം ഇനി LDF നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് നിലനിർത്തുക വളരെ പ്രയാസമാണ്. പിന്നെ റാന്നി കേരള കോൺഗ്രസ് എമ്മിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പ്രമോദ് നാരായണനാണ് അവിടുത്തെ ഇപ്പോഴുള്ള MLA. അദ്ദേഹം റിങ്കു ചെറിയാൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് വിജയിച്ചത് 1021 വോട്ടുകൾക്കാണ്. അതായത് റിങ്കു ചെറിയാൻ ഇപ്പോഴും ആ മണ്ഡലത്തിൽ സ്ഥിരമായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി LDF നിന്ന് അവിടെ ഒരു മത്സരം നേരിട്ടാൽ കേരള കോൺഗ്രസ് എമ്മിന് വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ UDF ഉള്ളപ്പോഴാണ് അധികം എന്നതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ, ഒരുപക്ഷെ ജോസ് കെ മാണി ഇല്ലെങ്കിൽ പോലും, ഒന്നുകിൽ ജോസ് കെ മാണി ഉൾപ്പെടെ പൂർണ്ണമായി, അല്ലെങ്കിൽ ജോസ് കെ മാണി ഇല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ഇടുക്കി MLA, ജയരാജ് കാഞ്ഞിരപ്പള്ളി MLA എന്നിവരൊക്കെ ഒരുപക്ഷെ പാർട്ടി പിളർത്തി UDF എത്താനുള്ള സാഹചര്യം വളരെ അധികമാണ് എന്ന രീതിയിൽ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കോൺഗ്രസിനും UDF വലിയ നേട്ടം ഇതുകൊണ്ടുണ്ടാകും എന്ന വലിയ വിലയിരുത്തലുകൾ രാഷ്ട്രീയ വിശാരദന്മാരുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും UDF ഉള്ളപ്പോൾ ഉണ്ടാകുമായിരുന്ന ഒരു MP ലോക്സഭാ സീറ്റ് ഇപ്പോൾ ഇല്ല. ആകെ 5 MLA കേരള കോൺഗ്രസ് എം ഒതുക്കപ്പെടുകയാണ്. പ്രധാന വകുപ്പുകളൊന്നും കിട്ടുന്നില്ല. LDF കിട്ടുന്നത് ജലസേചന വകുപ്പാണ്. റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലസേചന വകുപ്പാണ്. UDF KM മാണി ധനകാര്യം അല്ലെങ്കിൽ റവന്യൂ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ PJ ജോസഫും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മന്ത്രിയായിരുന്നു. ഈ പാർട്ടി ലയിച്ചതിന് ശേഷം 2004 ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ KM മാണി, ഒപ്പം CF തോമസ് ഗ്രാമവികസന മന്ത്രി, KM മാണി റവന്യൂ മന്ത്രി, ഒപ്പം
നമ്മുടെ പൂഞ്ഞാറിലെ വിഷമായ PC ജോർജ് അന്ന് കേരള കോൺഗ്രസ് എമ്മിലായിരുന്നു, അദ്ദേഹം ചീഫ് വിപ്പായിരുന്നു. അപ്പോൾ ഒരു പ്രാതിനിധ്യത്തിൻ്റെ കാര്യം നോക്കിയെടുത്താലും UDF നിൽക്കുമ്പോഴാണ് കൂടുതൽ മന്ത്രിസഭ അംഗങ്ങളെ കിട്ടുന്നത്, ഒപ്പം ലോക്സഭയിൽ പ്രാതിനിധ്യം കിട്ടുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു പ്രകടനം വിലയിരുത്തിയാലും കോൺഗ്രസിലൂടെ അല്ലെങ്കിൽ UDFനോടൊപ്പം ഉള്ളപ്പോഴാണ് മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതെന്നൊരു വസ്തുത മാധ്യമ നിരൂപകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കേരള കോൺഗ്രസ് മുഴുവനായിട്ട് തന്നെ ജോസ് കെ മാണി ഉൾപ്പെടെ, പക്ഷേ ജോസ് കെ മാണിക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് കോഴക്കേസിൽ ഉൾപ്പെട്ട സമയത്ത് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കെ മാണി പിറകിൽ നിന്ന് കുത്തി എന്ന് ജോസ് കെ മാണി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം കേരള കോൺഗ്രസ് മുഴുവനായി തന്നെ എത്തുന്നതിന് സമ്മതിച്ചില്ല എങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ്റെയും ഒപ്പം കാഞ്ഞിരപ്പള്ളി MLA ജയരാജിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ MLA-മാരും ഒരുപാട് പാർട്ടി പ്രവർത്തകരും കേരള കോൺഗ്രസ് പിളർത്തിക്കൊണ്ട് UDF എത്തും എന്ന വലിയ രാഷ്ട്രീയ വിശകലനം ഈ അവസരത്തിൽ ഇലക്ഷനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി ഇടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.